അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോ അവസാനത്തെ വീഡിയോ ആവും. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാടായി വലിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഒരുപാട് കാലമായി വലിയ വീഡിയോസ് ചെയ്തിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നമാണ് മടി. അപ്പോൾ ഈ മടി കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയ റോഡിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സുള്ള വഴികളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർത്തും കാമാൻ ക്വയറ്റായിട്ടുള്ള പ്ലേസസാണ്. ഇതൊക്കെ ഇവിടെയുള്ള ഓരോരോ സ്ഥലങ്ങളാണ്. ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു BMW ഉണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാനൊക്കെ ആൾക്കാരുണ്ടാവും സാധാരണ. പക്ഷേ ഇന്ന് ആൾക്കാർ കുറവാണ്. കാരണം ഇന്ന് ആകാശം കണ്ടില്ലേ, അത്യാവശ്യം മൂടപ്പെട്ടൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത് ഞാൻ ഫിൽറ്റർ ഉപയോഗിച്ചതല്ല. ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ എങ്ങനെയാണ്, ഏത് സമയത്തും മഴ വരുന്നുള്ളൊരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്നത് സിവിൽ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്കും അക്കാദമിയിലേക്കും ഒക്കെ ഉള്ള റോഡാണ്. സീപോർട്ട് എയർപോർട്ട് റോഡാണ്. ബിൽഡിങ്ങാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക ഇൻ്റർവ്യൂസും അതേപോലെ യൂട്യൂബിൽ ചാനലൊക്കെ ഉള്ള ക്യൂ സ്റ്റുഡിയോയുടെ ബിൽഡിങ്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ എല്ലാവിധ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാറ്. ഞങ്ങൾ ഇന്നലെ ദൂരെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് തെരുവ് നായ്ക്കളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവയിൽ തന്നെ പോകുന്നത്. അവരൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും കുറച്ച് നേരം നടക്കണം. അപ്പം അതിൻ്റെ ഇടയിലുള്ള വിഷ്വൽസും അതേപോലെ വിശേഷങ്ങളല്ലാതെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കി ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു പ്രീ സ്കൂളാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ മാവേലിപുരത്ത് എല്ലാവർക്കും രാവിലെ മോർണിംഗ് എക്സസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. ഈ ഒരു മെഷീനിലാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. ലെഗിനാണ് ഈ ഒരു മെഷീന് യൂസ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്പൺ ജിംനേഷ്യമാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മഴ പെയ്താലും നമ്മളെ വ്യായാമം മുടക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാക്കനാട് ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ജിംനേഷ്യം കാണുന്നത്. അപ്പോൾ കാക്കനാടുള്ളവരെല്ലാവരും ആ ഒരു ജിംനേഷ്യം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നടത്തം തുടരാം. അപ്പോൾ ക്യൂ സ്റ്റുഡിയോ ഒക്കെ ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ മാവേലിപുരത്തിൻ്റെ വേറൊരു സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 6:30 മണിക്കൊക്കെ നോർമലി എണീക്കാറുണ്ട്. പനിയോ അങ്ങനെ ജലദോഷം അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുള്ളൂ ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും രാവിലെ എണീക്കാൻ നോക്കുക മാക്സിമം. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, അതേപോലെ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് പിന്നെ ഒരു ദിവസത്തിലുടനീളം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും മാക്സിമം രാവിലെ എണീക്കുക. ഓക്കെ, ഹരിതാപം നിറഞ്ഞൊരു വീട് ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തു. വിഭജിക എന്നോ അങ്ങനെ എന്തെങ്കിലും. അതെ, വിഭജിക. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു വീഡിയോ ഈ ആഴ്ചയിലെ അവസാനത്തെ വീഡിയോ ആവും. അപ്പോൾ തിങ്കളാഴ്ച പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ടാവും വരിക. അപ്പോൾ ഒരു വലിയൊരു ഫ്ലാറ്റിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. ഫ്ലാറ്റ് നമുക്ക് കാണാം, കണ്ടോ. അപ്പോൾ
ഏകദേശം നടത്താൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം 6:30 തുടങ്ങിയതാണ്, 7:30 ആവാനായി. കുഴങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി നടന്നിട്ട് ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. നടന്ന ഹോസ്റ്റലിലേക്ക് എത്താറായി. ഈ പ്ലാനറ്റ്സ് ഫ്രൈഡ് ചിക്കൻ്റെ തൊട്ടടുത്താണ് ഹോസ്റ്റൽ. അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഖദീജ ടവർ ഇല്ലേ, ആ ഖദീജ ടവറാണ് എൻ്റെ ഹോസ്റ്റൽ. പിന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഹോസ്റ്റലിലേക്ക് പോകണം. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരെ അങ്ങനെ കഴിക്കാൻ പോയി. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് വന്നു, ഹോസ്റ്റലിൽ തിരിച്ചെത്തി. അപ്പോൾ ഇനി ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം വിജയ് സേതുപതി നായകനായ മഹാരാജ. അപ്പോൾ ഇനി സിനിമ കാണാൻ പോവാണ്. സിനിമ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ പടമൊക്കെ കണ്ടു. നല്ലൊരു മൂവിയാണ്. അപ്പോൾ കാണാത്തവര് എന്തായാലും കാണുക. അപ്പോൾ കണ്ടവര് കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നല്ലൊരു ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുറത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതിൽ വിസിബിൾ ആണോ എന്നറിയില്ല, വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും നാളെ മാവേലിപുരത്ത് ഓണം പാർക്കിൽ ഒരു കഥകളി പ്രോഗ്രാം നടക്കുന്നുണ്ട്, കിരാതം. അപ്പോൾ അത് കാണാൻ പോണം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.